ഞാനൊരു മാജിക് കാണിക്കാൻ പോവാണ്. എത്രയോ കാലമായി ഷംസിനെ പറ്റിയാണ് നമ്മൾ തുടങ്ങി ആ പഴയ കാലം മുതൽ തന്നെ ഷംസു ഉണ്ട് അല്ലേ? ഷംസു ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി സംസു അങ്ങനെ എന്റെ നാടിനാണ് ആദ്യം പേരുണ്ടാക്കുക. ചെർപ്പളശ്ശേരി ചില അങ്ങനെയല്ല, നാടിന് പേരുണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ളവരായി മയക്കുമരുന്ന് ഈ ഒരു സാധനം കൊണ്ട് ലോകം അറിയണം. ലോകം കാണിച്ചു കാണിച്ചു. ഇതാണ് ചെർപ്പളശ്ശേരി ഷംസു അല്ലേ? ഓക്കെ. അല്ലെ മാജിക് ആണ്. ചിലപ്പോ പാമ്പൊക്കെ വരും അല്ലേ? പണ്ടൊരു പാമ്പിനെയൊക്കെ കാണിച്ച മാജിക് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പൊ വാച്ചെടുത്ത് ഒരു എയറി പോട്ടെ അല്ലേ? റെഡി. ഓക്കെ, മൈക്ക് കൊടുക്കണേ. മാജിക് കണ്ടില്ല? പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെർപ്പളശ്ശേരി സംസുദ്ദീൻ. ഇപ്പൊ ഞാന് സാറായിട്ടുള്ള പരിചയം കുറെ മുമ്പുള്ള പരിചയമുണ്ട്. എന്നാലും നമ്മളെല്ലാം തിരക്ക് പിടിച്ച ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ മദ്യ ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം ചെയ്യാനുള്ള ഉദ്ദേശമാണ്. എനിക്ക് വയസ്സ് ഇപ്പൊ 68 എത്രയായി? 68. കണ്ടാ പറയത്തില്ല. ലഹരി ശരീരത്തിൽ ഇല്ല, ഒന്നുമില്ല. AB ഗ്രൂപ്പ് ബ്ലഡ് ആണ്. അതും മാത്രമല്ല നെഗറ്റീവ് ആണ്, കിട്ടില്ല അത്ര. അപ്പൊ കുറച്ച് പണിയുള്ള ഇതാണ്. ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊരു കൂട്ടായ്മ വേണം. കൂട്ടായ്മക്ക് ഒരു ചെറിയൊരു മാജിക് ആണ് കൂടി നമ്മള് ഒരു ഓർമ്മപ്പെടുത്തി കൊടുക്കാണ്. സാർ ഇത് പിടിക്കും സാർ. സാർ ഇത് നിങ്ങൾ തരാം. ഇത് മാജിക്കിന്റെ ഒരു ഉപകരണങ്ങളൊന്നും അല്ലാതെ, കാരണം ഒരു കീറ തുണിയാണ്. കൂടുതൽ ഇത് എന്തിനാ പറ്റുമോ ചോദിച്ചാൽ, നമ്മുടെ നാട്ടില് പെട്ടെന്ന് കൈ മുറിഞ്ഞു പോയാൽ കെട്ട, അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടില് ദാരിദ്ര്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്കിന് തിരിയിടാം. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ആള് മരണപ്പെട്ടു പോയാൽ മൂക്കില് പഞ്ഞി വെക്കുമ്പോ ഈ സാധനം കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ വെച്ചളയും. അതെന്തിനറിയോ? പോയ ശ്വാസം തിരിച്ചു കയറി അവനെ കൊണ്ട് ശല്യാവും വിചാരിച്ചിട്ട്. അപ്പൊ അതും നമ്മളൊരു കോമഡി ആയിട്ട് വിടാന്നുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഇത് ഒരു ഭാരത നാടാണ്. ഈ ഭാരതത്തിൽ മതങ്ങൾ ഒരുപാടുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പല സൈസ് മതങ്ങളുണ്ട്. പക്ഷെ എല്ലാതും ഒന്ന് ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണിനെ ഈ ഒരു കഷ്ണത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ രണ്ടെണ്ണം കാണണ്ടേ? ഒന്ന് തന്നെയാണ്. നമ്മൾ ഒന്നാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്കൊരു പച്ചവെള്ളെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ രണ്ടെന്ന് കണക്കാക്കിയിട്ട് നടക്കരുത്. മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്നാ പറയാന്നല്ലാതെ മതമേതായാലും മദ്യം നന്നായിരിക്കണം എന്ന് പറഞ്ഞു പോകരുത്. കാരണം ഇപ്പോ ഇത് ഒരു ഭാരതം, ഇതിന് ഞാൻ മുറിച്ചു മാറ്റാണ്. മതപ്രാന്തന്മാർ ഇതൊന്ന് പിടിക്കുക. ഒരു ഹിന്ദു മതം കളയരുത്, ഇത് ഒരു മുസ്ലിം മതം കളയരുത്, ഒരു സിഖ് മതം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖ്, ബുദ്ധമതം. അപ്പൊ നമ്മുടെ ഭാരതം നമ്മുടെ കയ്യിൽ തന്നെയാണ്. കണ്ടോ, 5 മതങ്ങളും ഒരു ഇന്ത്യ. ഒന്ന് ചേർന്നാൽ ഒന്ന് എടുക്കാം, ഒന്ന് പോയാൽ പോയി. ഇതിന് എന്ത് ചെയ്യുന്നറിയോ? പല തീവ്രവാദികൾ എന്ത് ചെയ്യുന്നറിയോ? മതത്തിന്റെ പേരിലും ജാതിന്റെ പേരിലും ഇന്ത്യനെ 2 തുണ്ടാക്കി മാറ്റാണ്. ജാലവിദ്യക്കാരൻ കോട്ട് സൂട്ടൊക്കെ ഇടുക, ഇവിടെ ഒന്നുമില്ല. ഇതാ ഈ 2 തുണ്ടായ ശേഷം നിങ്ങളുടെ 5 പീസുകളുണ്ട്. ഇതിന് ഞാൻ വീണ്ടും ചില ആൾക്കാർ പൊളിറ്റിക്കൽസ് ഒന്നാകണമാണ് ഇടയിൽ ഒരു കെട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ടാൽ ഏച്ചു കൂട്ടിയാൽ മോയിച്ചു നിൽക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ മതങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിപ്പിക്കാൻ. ഒരു ഹിന്ദു മതം ഭാരതത്തിൽ, ഒരു മുസ്ലിം ഉണ്ട്, ഒരു ക്രിസ്ത്യാനി ഉണ്ട്, ഒരു സിഖ് ഉണ്ട്, ഇതാ ഒരു ബുദ്ധമതം ഉണ്ട്. ഈ 5 മതങ്ങൾ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഈ വിരലിന്റെ ഇടുക്കിലൊന്നും ഞാൻ വെക്കുന്നില്ല. ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ചുരുട്ടി ബോൾ പോലെ ആക്കാണിത്. ഈ കഷ്ണങ്ങൾ വല്ലതും നിലത്തേക്ക് വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം കൈമടക്കോ പോക്കറ്റിലോ എവിടേക്കും ഞാൻ ഈ കഷ്ണങ്ങൾ മാറ്റിയിട്ടില്ല. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഇങ്ങനെ പിടിച്ച്, ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒക്കെ ഇതിന്റെ അകത്താണ്. ഇതിന്റെ അകത്തും ഒന്നുമില്ല. ഈ 2 വിരൽ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇത് വെക്കുക. ഈ ഭാഗം ഞാൻ 2 വിരലോട്ട് പിടിക്കുകയാണ്. ഈ കഷ്ണങ്ങൾ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. സാർ 2 കൈ കാണിക്കുക. ഒരു കൈ മതി ഇപ്പൊ തൽക്കാലം 2 കൈ കാണിക്കുക. അല്ല, അങ്ങനെയല്ല, പരത്തി പിടിക്കുക. എന്റെ ഭാരതം, നമ്മുടെ ഭാരതം സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. കാലഘട്ടത്തിൽ ഏൽപ്പിക്കണം. ഭരിക്കാൻ സാധ്യമുണ്ട്. അങ്ങനെ തന്നെ അടക്കണ്ട സാർ, കൈ അടക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. സാർ ഇതിന്റെ ഉള്ളിൽ എത്ര പീസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? 5 മതങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു ഇന്ത്യ 2 തുണ്ടായിട്ടുണ്ട്. ഇവര് ഏച്ചുകൂട്ടിയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരുമിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ. ജയ് ഭാരത്.
നമ്മുടെ ഭാരതം ഒന്നായിരിക്കണം. തുണിക്കഷ്ണങ്ങളെ തമ്മിൽ തല്ലി ബഹളമുണ്ടാക്കരുത്. സ്നേഹമാണ് വലുത്. പണം പകയായി വളർത്തും. അൻപ് പാസത്തായി ആ ഓക്കെ ഉടച്ച് നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നാട്. 5 തുണി അവിടെ പോയി. അത് പോയ സ്ഥലങ്ങൾ അഡ്രസ് ഉണ്ടാവില്ല. ഇതാണ് കാലം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമ്മുടെ പഴയ പരിചയക്കാരനല്ലേ, എന്തുവാ അതിന്റെ രഹസ്യം? രഹസ്യം പറയില്ല. ജപ്പാൻകാരത്തി തന്നെ ചോദിച്ചിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്റെ പുരുഷു അല്ലേ? അപ്പൊ എന്നാലും ഞാൻ ഇന്ന് തിരുവനന്തപുരം പോകും. സാറിന് അവിടെ നിന്ന് കാണാം. ഇന്ന് വൈകുന്നേരം നാളെ. അപ്പൊ നമ്മുടെ 500 കോടി മോക വിലയുള്ള 350 രൂപയുടെ കപ്പ് അങ്ങേക്ക് തരുന്നു. ഓക്കെ ഓക്കെ. 500 കോടി മോഹവില. കോപ്പി ഒഴിച്ച് കുടിക്കണം. എന്റെ ഷംസു അല്ലേ, ചെർപ്പളശ്ശേരി ഷംസുവിന്റെ മാജിക് ആണ് നമ്മൾ കണ്ടത്.